മനസ്സമാധാനമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. ഇന്ന് പൊതുവെ സമൂഹത്തിൽ പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സമാധാനമാണ്, സ്വസ്ഥതയാണ്. അത് ലഭ്യമല്ലാത്തത് കൊണ്ട് പലപ്പോഴും ആളുകൾ മറ്റു ഭാഗങ്ങളിലേക്ക്, കൃത്രിമമായി സമാധാനം ലഭിക്കുന്ന വഴികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടയാൻ, ഇതിനെ പ്രതിരോധിക്കാൻ മനസ്സമാധാനമുള്ള ജീവിതം മനുഷ്യർക്ക് സാധ്യമാവണം. രണ്ടാമത്തൊരു ഭാഗം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഡിപ്രഷൻ എന്ന് പറയുന്നു. വിവാഹമോചനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അതുപോലെ തന്നെ സോഷ്യലായി മനുഷ്യൻ എൻഗേജ് ചെയ്യാൻ അവരെ വിമുഖമാക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. വിവാഹത്തിൽ പോലും രണ്ട് വ്യക്തികൾ മാത്രമാണുള്ളത്, കുടുംബങ്ങളൊന്നുമില്ല. ആണും പെണ്ണും എന്നത് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. മനുഷ്യനിങ്ങനെ അവനിലേക്ക് ചുരുങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞു പോകുന്നത് സമാധാനമായിരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾക്ക് ആവശ്യത്തിലധികം ഡാറ്റ നമ്മുടെ തലച്ചോറിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു 10-15 വയസ്സായ കുട്ടി തന്നെ മുമ്പത്തെ കാലത്തൊരു 40-40-50 വയസ്സുള്ള ഒരാൾ കരസ്ഥമാക്കുന്ന ഡാറ്റ 7 ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? സംശീകരിക്കും. ആവശ്യമുള്ളതുണ്ടാവും, ആവശ്യമില്ലാത്തതുണ്ടാവും. കാരണം 1 മണിക്കൂർ നമ്മൾ മൊബൈലിൽ ചിലവഴിച്ചാൽ, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ ഡാറ്റ കയറും. നമ്മളത് കാണണമെന്നൊന്നുമില്ല. അപ്പം ആവശ്യത്തിലധികം ഡാറ്റകൾ ഉണ്ടാകുമ്പോഴും മനുഷ്യന് പിരിമുറുക്കം കൂടുകയാണ് ചെയ്യുക. പിരിമുറുക്കം കൂടുന്ന ആളുകൾ ഒന്നെങ്കിൽ ഡിപ്രഷനിലേക്ക് മെല്ലെ മെല്ലെ പോകുന്നു, അതിനെ കവർ ചെയ്യാൻ വേണ്ടി മറ്റു സംവിധാനങ്ങളിലേക്ക്, ലഹരി പോലെയുള്ള വസ്തുക്കളിലേക്ക് അഭയം തേടുന്നു. അല്ലാഹുവും റസൂലും മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാകാൻ ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വളരെ ഈസിയായ കാര്യങ്ങളാണ്, മനുഷ്യന് പ്രാപ്യമായ ഔഷധങ്ങളാണ്. അപ്പം അത് നമ്മൾ കക്ഷത്ത് വെച്ചിട്ട്, മൊബൈലിൽ തന്നെ അതുണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ മറ്റു പല കൃത്രിമമായ സമാധാനം ലഭ്യമാകാനുള്ള മാർഗത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളൊക്കെ ചേർന്ന് മനസ്സ് തുറന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ ക്ലിയർ ആവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനൊഴിവില്ല, സമയമില്ല. മാതാപിതാക്കളോട് സംസാരിച്ചിട്ട് ദിവസങ്ങളും മാസങ്ങളുമായ മക്കൾ വീട്ടിലുണ്ടാവുകയാണ്. തിരിച്ചും മക്കളോട് സംസാരിച്ചിട്ട് കാലങ്ങളായ മാതാപിതാക്കൾ വീട്ടിലുണ്ടാവുകയാണ്. ഷെയറിംഗ് ഇല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യമായി പഠിപ്പിച്ചതാണല്ലോ, നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ കൂടി ആലോചിക്കണം. അപ്പം ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും പ്രശ്നത്തിലും പ്രയാസത്തിലും അകപ്പെടും. അതിന് ഭൗതികമായി പരിഹാരങ്ങൾ ഒക്കെ ഉണ്ട്.